തൃശൂരിൽ മറ്റത്തൂരിന് പുറകെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ LDF കോഴ വാഗ്ദാനം ചെയ്തെന്ന ശബ്ദ സംഭാഷണം പുറത്തുവന്നതോടെ CPM-ഉം കോൺഗ്രസും തുറന്ന പോരിൽ. ആരോപണം നേരിടുന്ന ലീഗ് സ്വതന്ത്രൻ EU ജാഫറിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം. കോഴ വാങ്ങി വോട്ട് നൽകിയെന്ന ആരോപണം നേരിടുന്ന ലീഗ് സ്വതന്ത്രൻ EU ജാഫറിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജാഫർ ഇക്കാര്യം നിഷേധിച്ച് രംഗത്തെത്തിയെങ്കിലും ഭരണം CPM-ന് തന്നെയെന്നതാണ് രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് തെളിവ്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം. വിജിലൻസ് DYSP ജിം പോളിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം കോഴ വിവാദത്തിൽ പ്രതികരണവുമായി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും രംഗത്തെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി LDF-ന് വോട്ട് ചെയ്ത് ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ മുസ്തഫ, യുവത്വം വിദ്യാഭ്യാസമുള്ള ആളുകളും അവരൊക്കെ വരട്ടെ. അല്ലാത്ത സീനിയർ നോക്കിയിട്ട് ഇപ്പോ വയസ്സായ വലിയപ്പാരെ കൊണ്ടിട്ട് സീനിയറായിട്ട് അവരെ കൊണ്ട് അവനിപ്പോ എത്ര വയസ്സുണ്ട്? 42 വയസ്സുള്ളൂ. അതാ 5 വയസ്സൊന്നും നമുക്ക് അല്ല പറയാ. അപ്പൊ അതിനേക്കാൾ ഞങ്ങൾ ആളുകൾ വരട്ടെ. 33 വയസ്സായിട്ടുള്ളൂ. ഈ ഇന്ന ഭ്രാന്താക്കാണ്. ഞാൻ വിളിച്ചിട്ടും സംസാരിച്ചിട്ടും ഈ പോകാൻ വെച്ചാ പേടിയാ പോയി എന്റെ വർത്താനം കേൾക്കുമ്പോ. വെറുതെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്ത് കാര്യമായിട്ട് വെച്ചുണ്ടാകാത്ത എല്ലാന്നടി മുസ്തഫ, 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. എന്നിട്ട് അത് ഇനിയിപ്പോ 50 പൈസ വലുത് നമ്മുടെ അഭിമാനം വലുത്, പാർട്ടിയെ വലുത്. പൈസ ഇട്ട് പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ലോ. എന്ത് സേഫ് ആവണ്? പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. 50 ലക്ഷം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തീരാവുന്ന പൈസ ഉള്ളി 50 ലക്ഷം. ആരെ കണക്ക് വന്നിട്ടില്ല ചിലോ വന്നെന്ത് ചെയ്യും? ഇത് മുകളിലുള്ള തീരുമാനിക്കണതാ. പണ്ടുണ്ടാക്കാനൊക്കെ വെച്ചാലേ പിന്നെ 5 ലക്ഷം രൂപ ചെലവുണ്ട്. ആ പൈസ തരൂ. അനക്ക് എവിടെ 5 ലക്ഷം? ഞാനൊക്കെ എന്നോട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം UDF-ന്റെ ഇവിടേക്കേ ദേശങ്ങൾക്ക് കൊടുത്ത പൈസ കണക്കറിയണക്ക് എത്ര? ഞാൻ പറയട്ടെ ഞാൻ എന്റെ ജോലി വിട്ടിട്ടാ നിക്കണം. ജോലി വിട്ടിട്ടോ? എന്തിനു? അനക്ക് ജോലിക്ക് പോവാലോ. ജോലിക്ക് പറ്റില്ല. വേറെ സ്കൂൾ നോക്കണോ? സ്കൂളിൽ കിട്ടണ്ടേ? അത് ജീവിക്കണ്ടേ? കയ്യിൽ പോയിട്ടുണ്ടായിരുന്ന പൈസയും കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ കാര്യം നടക്കാൻ മുസ്തഫ, ഒന്നെങ്കിൽ 50 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവും. ഇത് രണ്ടിലത്തെ ഒരു ഓപ്ഷന്റെ കയ്യിൽ എടുക്കുന്നുണ്ട് ഇപ്പൊ. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ തോറ്റില്ലേ? അല്ല ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തോറ്റിക്കല്ലേ? മുസ്തഫ വർത്തമാനം പറയും. ഇത് തോറ്റല്ലേ? ജയിച്ച ആൾക്കാർ വർത്തമാനം പറയട്ടെ. ജയിച്ചെങ്കിൽ വർത്തമാനം പറയും. പൈസ കളഞ്ഞിട്ട് ഈ തോറ്റു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പൈസ കളഞ്ഞിട്ട് ജയിക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ പൈസ മുസ്തഫ പൈസ കളഞ്ഞിട്ട് തോൽക്കല്. ഇത് പൈസ കളഞ്ഞിട്ട് ഞാൻ ജയിക്കത്. അതെ, ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാച്ച BJP-കാരെന്നോ CPM-കാരെന്നോ ഓടിയിട്ടും. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM-കാരനല്ല പ്രസിഡന്റ്. വടക്കാഞ്ചേരി ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് വിജയിച്ച EU ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റായ മുസ്തഫയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. 2 ഓപ്ഷനാണ് CPM നൽകുന്നത്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ സ്വീകരിച്ച് CPM-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം. ഇതായിരുന്നു CPM നൽകിയ ഓഫർ. ഫോൺ വിളി വെറും സൗഹൃദപരമായിരുന്നുവെന്ന് ജാഫർ പറയുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട LDF-ന്റെ നഫീസ രാജിവെക്കണമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് റഷീദ് ആവശ്യപ്പെട്ടു. പിന്നെ ടെലിഫോൺ സംഭാഷണം, അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണം മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. അതുകൊണ്ട് അത് തികച്ചും അന്വേഷിച്ച് അത് കണ്ടെത്തണം എന്ന് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നെ ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്ത രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ CPM-ന്റെ പ്രതിനിധി നഫീസ തൽസ്ഥാനം രാജിവെക്കണം എന്ന് കൂടെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം തൃശൂർ.